അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവിയിൽ നടന്ന ഒരു ജനാസയ്ക്കിടയിൽ അവിശ്വസനീയമായൊരു രംഗം പ്രത്യക്ഷപ്പെട്ടു. ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായ ഒരു കുതിര ഇറങ്ങിവരുന്നതും അത് ജനാസയ്ക്ക് തൊട്ടടുത്തു വന്ന് നിൽക്കുന്നതും ആളുകൾ കണ്ടു. അതിനുശേഷം അവിടെ കണ്ട ദൈവികമായ അത്ഭുതം കണ്ട് കൂടി നിന്നവരെല്ലാവരും അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് മസ്ജിദുൻ നബവി. ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ രണ്ടാമത്തെ സ്ഥലമാണിത്. സൗദി അറേബ്യയിലെ മദീന നഗരത്തിലാണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. സൗദി ഭരണകാലത്ത് 1994 ഇതിന്റെ ഏറ്റവും വലിയ വിപുലീകരണം നടന്നത്. ഇന്ന് റൗള ഷരീഫ് എന്നറിയപ്പെടുന്ന മുറി ഈ പള്ളിയുടെ തെക്കുകിഴക്കേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവർ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതിനു മുകളിലായാണ് ആ പച്ച ഹുബ്ബ നിർമ്മിച്ചിരിക്കുന്നത്. മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണിത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉംറയ്ക്കോ ഹജ്ജിനോ വേണ്ടി സൗദി അറേബ്യയിൽ പോകുന്നവർ തീർച്ചയായും പ്രവാചകന്റെ റൗള സന്ദർശിക്കാൻ മദീന ഷരീഫിലേക്ക് പോകാറുണ്ട്. മദീനയിലെ മണ്ണ് പിറളാൻ ഭാഗ്യം ലഭിക്കുന്നവർ, അതായത് മദീന ഷരീഫിൽ വെച്ച് മരണപ്പെടുന്നവർ അങ്ങേയറ്റം ഭാഗ്യമുള്ളവരാണെന്ന് പറയപ്പെടുന്നു. അവരുടെ ജനാസ വലിയ ബഹുമാനത്തോടെ ജന്നത്തുൽ ബക്കയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ മറവ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമിനും ഹജ്ജിനോ ഉംറയ്ക്കോ പോകാനും മദീനയിലെത്തിയാൽ പിന്നെ തിരികെ വരാതിരിക്കാനും അവിടെ വെച്ച് മരിക്കാനും ആഗ്രഹമുണ്ടാകുന്നത്. എന്നാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കാറുള്ളൂ. ഇതുപോലെ ഹജ്ജിനോ ഉംറയ്ക്കോ മക്കയിലും മദീനയിലും എന്നു പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തവണ താൻ മക്കയിലും മദീനയിലും പോകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ അദ്ദേഹം സൗദി അറേബ്യയിലെത്തി. അവിടെ എത്തിയ ഉടനെ അദ്ദേഹം കാബ ഷരീഫ് സന്ദർശിച്ചു. കാബയുടെ കിസ്വയിൽ പിടിക്ക് അദ്ദേഹം വാവിട്ടു കരയാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. ഓരോ മുസ്ലിമിന്റെയും ഹൃദയം അവിടെ വച്ച് കരയുമെന്നും അല്ലാഹുവിനോട് കേഴുമെന്നും എല്ലാവർക്കും അറിയാം. ഉംറ നിർവഹിച്ച ശേഷം അദ്ദേഹം മദീന ഷരീഫിലേക്ക് പുറപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാണാമായിരുന്നു. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ലഭിച്ചതുപോലെയായിരുന്നു അത്. മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. പ്രവാചകന്റെ റൗളയുടെ ഗ്രില്ലിൽ പിടിച്ച് അദ്ദേഹം കരഞ്ഞു. സെക്യൂരിറ്റി ഗാർഡുകൾ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ആ ഗ്രില്ലിൽ തലവെച്ച് കരയുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. കൂടി നിന്നവർ ഭയന്നുപോയി. നിമിഷങ്ങൾക്ക് മുൻപ് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ബോധരഹിതനായി. ഗാർഡുകൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഒടുവിൽ മദീനയുടെ മണ്ണിൽ അലിയണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. കുടുംബത്തിന്റെ സമ്മതത്തോടെ ജന്നത്തുൽ ബക്കയിൽ അദ്ദേഹത്തെ മറവു ചെയ്യാൻ തീരുമാനിച്ചു. മയ്യത്ത് നിസ്കാരത്തിന് ഏകദേശം 500ഓളം ആളുകൾ പങ്കെടുത്തു. ഇമാം നിസ്കാരം പൂർത്തിയാക്കി മാറിയപ്പോൾ പെട്ടെന്ന് മദീനയിൽ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. ആകാശത്തു നിന്നൊരു പക്ഷി താഴേക്ക് വരുന്നതുപോലെ ഇമാമിന് തോന്നി. അതടുത്തു വന്നപ്പോൾ അതൊരു പക്ഷിയല്ല, മറിച്ച് പറക്കുന്ന ഒരു കുതിരയാണെന്ന് ഇമാം തിരിച്ചറിഞ്ഞു. എന്നാൽ അത്ഭുതകരമായ കാര്യം ഇമാമിന് പിന്നിൽ നിന്നവർക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ്. ആ കുതിര ജനാസയ്ക്ക് അരികിൽ വന്ന് നിന്നു. മരിച്ചയാളുടെ ചെവിയിൽ എന്തോ പറയുന്നതുപോലെ നോക്കി. പിന്നീട് മുൻകാലുകൾ ഉയർത്തി ഉറക്കെ ശബ്ദമുണ്ടാക്കി. ശേഷം വന്നതുപോലെ തന്നെ ആകാശത്തേക്ക് പറന്നുപോയി. ഒരു മലക്ക് കുതിരയുടെ രൂപത്തിൽ വന്ന് ആ മയ്യത്തിനെ സ്വീകരിച്ചതാണെന്ന് ഇമാമിന് തോന്നി. ഇമാം അവിടെ വെച്ച് സുജൂദിൽ വീഴുകയും അല്ലാഹുവിനോട് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു അക്ബർ! മദീനയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാനും ഇത്തരമൊരു അത്ഭുതത്തിന് സാക്ഷിയാകാനും കഴിഞ്ഞ അദ്ദേഹം എത്ര വലിയ ഭാഗ്യവാനാണ്. സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവിയിലെ പച്ചഖുബയിലേക്ക് ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾ വലിയ ആദരവോടെയാണ് നോക്കുന്നത്. ഈ ഖുബ്ബയ്ക്ക് താഴെയാണ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഖബറുകളുള്ളത്. പച്ച ഖുബ്ബയ്ക്ക് മുകളിൽ ഒരു ചെറിയ ജനൽ പോലുള്ള അടയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. മദീനയിൽ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ മദീനക്കാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷമം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുകളിലുള്ള മേൽക്കൂരയിൽ ആകാശത്തേക്കൊരു ദ്വാരമുണ്ടാക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ മദീനയിൽ സമൃദ്ധമായ മഴ ലഭിച്ചു. ഈ ജനലിലൂടെ ഒരിക്കൽ ഒരു പ്രാവ് റൗള ഷെരീഫിനുള്ളിൽ അകപ്പെടുകയും അവിടെ വെച്ച് ചത്തുപോവുകയും ചെയ്തു. ആ പ്രാവിനെ പുറത്തെടുക്കാൻ പാപങ്ങളില്ലാത്ത ഒരാൾ അകത്ത് കടക്കണമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ പാപങ്ങളറിയാത്ത 4-5 വയസ്സുള്ള സദ്വൃത്തരായ കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തു. ആ കുട്ടി പ്രാവിനെ എടുത്ത് പുറത്തു വന്നപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ പ്രവാചകന്റെ അറയ്ക്കുള്ളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. മരണപ്പെട്ടവർക്ക് ജീവനില്ല എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. പ്രവാചകൻ തന്റെ ഖബറിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ തെളിവാണിത്. അല്ലാഹുവേ, ആകാശഭൂമികളുടെ നാഥ, രഹസ്യവും പരസ്യവും അറിയുന്നവനെ, ഞാൻ നിന്നിലേക്ക് പ്രതീക്ഷയോടെ കൈകളുയർത്തുന്നു. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകൾ നീ മാപ്പാക്കേണമേ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരേണമേ. ഞങ്ങളുടെ കണ്ണുനീർ ഞങ്ങൾക്കനുകൂലമായ സാക്ഷിയാക്കേണമേ. ശൈത്വാന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കേണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.